ഗൈസ് 2 ദിവസം അവധി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഒരു മിഡ് നൈറ്റ് ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്തു. എങ്ങോട്ടെന്നില്ലാത്തൊരു ട്രിപ്പ്. ഹായ് ബസ് വന്നു ഗൈസ്, ബസ് വന്നു. പാട്ട് കഴിഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ ബസ്സിൽ കയറാണ്. ബസ് എടുത്തു, ബസ് പോകുന്നു. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല മിഡ് നൈറ്റ് ട്രിപ്പ്. ഇത് ഭയങ്കര പാടാ. നമ്മൾ ഉറക്കം തന്നെ കളയും. നല്ല തണുപ്പുണ്ട് ഗൈസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. ഈ കോട്ടൊന്നും പോരാ, ഒരു ജാക്കറ്റ് തന്നെ വേണ്ടി വരും. അങ്ങനെ സ്പീഡിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ബസ് കണ്ടത്. മോൻ ബസ്. പക്ഷെ മോൻ ബസ് മാത്രമല്ല, ഫിഷ് ബസ് ഉണ്ട്, ബസ് ഉണ്ട്, ആവി ബസ് ഉണ്ട്, അങ്ങനെ കുറേ ബസ്സുകളുണ്ട്. ഇരുന്നാ അപ്പൊ ഉറക്കം വരൂ എന്നുള്ള അവസ്ഥയായതുകൊണ്ട് അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ഉലാത്തിക്കൊണ്ടേയിരിക്കുന്നു. ബസ് വരാൻ സമയമാവണുള്ളൂ, ഉലാത്തിക്കൊണ്ടേയിരിക്കുക. ബസ് കയറി ഗൈസ്, ബസ്സിൽ കയറി പോകുന്നു. അതിനുശേഷം ബസ് സ്റ്റോപ്പിലെത്തി എസ്കലേറ്ററിൽ കയറി പോകുന്നു. എസ്കലേറ്റർ കഴിഞ്ഞ് അതിനുശേഷം ഏതോ ഒട്ടിക്കോട് പോകുന്നു. അവസാനം ഫൈനലി ഞങ്ങൾ എത്തി ഗൈസ്. ഇത് എന്താന്ന് മനസ്സിലാവാത്തവർക്കായി, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരില് യാക്കോബ് എന്നൊരാളുണ്ടായിരുന്നില്ലേ, ആ ആള് മരിച്ചത് എവിടെയാണെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്നു. ആളുടെ ഇംഗ്ലീഷ് നെയിം എന്തോ സെന്റ് ജെയിംസ്. അത് തന്നെ, സെന്റ് ജെയിംസിന്റെ സമാധി കബറിടമാണത്. ഇതിന്റെ അകത്തേക്ക് കയറാൻ നല്ല തിരക്കാണ്. നല്ല ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും ട്രൈ ചെയ്ത് അകത്ത് കയറാൻ വേണ്ടി സെക്യൂരിറ്റി ഞങ്ങളെ തടഞ്ഞു ഗൈസ്. കാരണം ബാക്ക് പാക്കും ക്യാമറയൊന്നായിട്ട് അകത്തേക്ക് കയറാൻ പറ്റില്ലെന്നാണ് അവര് പറഞ്ഞത്. സാരമില്ല, ഞങ്ങൾ തിരികെ നടന്നു. ഈ ഇടനാഴിയിലൂടെ നടക്കുമ്പോ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും സൗന്യൂർ ഷോപ്പുകളും, പിന്നെ അപ്പുറത്ത് വൈൻ ഷോപ്പും, പിന്നെ ഇപ്പുറത്ത് കുറേ അപ്പൂപ്പന്മാരെയും ഇങ്ങനെ കാണാൻ പറ്റും.